നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ഇൻഡിഗോ എയർ ഇന്ത്യ വിമാന സർവീസുകൾ റദ്ദാക്കി. 6 വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. അതിർത്തി മേഖലകളിൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ പാകിസ്ഥാൻ വീണ്ടും നടത്തിയിരുന്നു. പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിലാണ് വിമാന സർവീസുകൾ റദ്ദാക്കിയത്. ജമ്മു, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് സർവീസുകൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യയും അറിയിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ വിഷമദ്യ ദുരന്തത്തിൽ 14 പേരാണ് മരിച്ചത്. 6 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നതായി പഞ്ചാബ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മദ്യം നൽകിയ ആളടക്കം 4 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അമൃത്സറിലെ മജിദയിലാണ് സംഭവം നടക്കുന്നത്. സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നതായി വിതരണക്കാരെ അറസ്റ്റ് ചെയ്തതായി അമൃത്സർ ഡെപ്യൂട്ടി കമ്മീഷണർ സാക്ഷി സാവ്നി പറഞ്ഞു. മജിദയിൽ ഒരു നിർഭാഗ്യകരമായ ദുരന്തം സംഭവിച്ചു. ഇന്നലെ രാത്രി 5 ഗ്രാമങ്ങളിൽ നിന്ന് മദ്യം കഴിച്ചവരുടെ നില ഗുരുതരമാണെന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കാണാതായ സംഭവത്തിൽ അന്വേഷണം ജീവനക്കാരിലേക്ക്. സ്ട്രോങ് റൂമിൽ നിന്ന് സൂക്ഷിച്ചിരുന്ന 13 പവൻ സ്വർണം മണലിൽ നിന്നാണ് കണ്ടെത്തിയത്. പോലീസും ബോംബ് സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് മണലിൽ നിന്ന് സ്വർണം കണ്ടെത്തുന്നത്. സംഭവത്തിൽ സംശയിക്കുന്ന 8 പേരെ ഫോർട്ട് പോലീസ് ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വർണം മണലിൽ കുഴിച്ചിടാനുള്ള കാരണം എന്തെന്ന് വ്യക്തമാക്കാൻ പോലീസ് തുടർ നടപടിയിലേക്ക് നീങ്ങും. സ്വർണം മണലിൽ കുഴിച്ചിടാനുള്ള കാരണം എന്തെന്ന് വ്യക്തമായാൽ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കും. തലസ്ഥാനത്തെ നടക്കിയ നന്തൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതിക്കുള്ള ശിക്ഷയിൽ ഇന്ന് വാദം കേൾക്കും. 4 പേരെ കൂട്ടക്കൊല ചെയ്ത കേസ് അപൂർവതകളിൽ അപൂർവമാണെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. സാത്താൻ പൂജയ്ക്കായി അമ്മയും അച്ഛനെയും സഹോദരിയും അടക്കം 4 പേരെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. കേസിൽ കേതൽ ജിൻസൺ രാജയാണ് പ്രതി. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ വിഷ്ണുവാണ് ശിക്ഷാവിധി പ്രസ്താവിക്കുക. നന്ദൻകോടുള്ള വീട്ടിൽ മാതാപിതാക്കളെയും സഹോദരിയും അടക്കം 4 പേരെയാണ് കേതൽ ജിൻസൺ രാജ കൊലപ്പെടുത്തിയത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 19 വരെ പൂജകൾ നടക്കും. നാളെ വൈകിട്ട് 4-ന് തന്ത്രിമാരായ കണ്ഠര് രാജീവര്, കണ്ഠര് ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി നട തുറക്കും. ദിവസവും ഉദയാസ്തമന പൂജ, പടിപൂജ, കളകാഭിഷേകം എന്നിവയും വിശേഷാൽ പൂജയും വഴിപാടായി നടക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനം ഒഴിവാക്കിയതിനാൽ 18-നും 19-നും തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിച്ചിട്ടുമുണ്ട്.